നമസ്കാരം. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്തദുഷ്ടി ഉണ്ടാവാറുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് സ്കിന്നിൽ ചർമ്മത്തിൽ കാണിച്ചു തരുന്ന ഒരുപാടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചർമ്മത്തിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോറിയാസിസ്, എക്സിമ തുടങ്ങിയിട്ടുള്ള ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾ അനുഭവിക്കുക. ഇതിന് പുറമെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കടി ഉണ്ടാവുന്നതും, സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ നമുക്കൊക്കെ തന്നെ പരിചയമുള്ള ഒരു ഔഷധ സസ്യമാണ്. ആയുർവേദത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദാഹശമനിയായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് അറിയാമെങ്കിലും പക്ഷേ ഇതൊരു രോഗശമനി കൂടിയാണ്. ഏതാണെന്നല്ലേ? അത് നരനീണ്ടി, അല്ലെങ്കിൽ നമ്മളതിന് നന്നാറി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹെമിഡെസ്മസ് ഇൻഡിക്കസ് എന്നുള്ള ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സാരിവ എന്ന് സാൻസ്ക്രിറ്റിൽ ഇതിനെ പറയും. ശരിയാണ്, ഇതിൻ്റെ കിഴങ്ങ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ഒരുപാട് ഔഷധ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള അത്തരം പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആരുവായുഗലം സ്വാദു സ്നിഗ്ധം ശുക്രകരം ഗുരു എന്ന് പറയുന്നത് ഒലിഗോസ്പേമിയ കണ്ടീഷൻ ഉണ്ട്. സ്പേമിൻ്റെ ക്വാളിറ്റിയും ഒക്കെ തന്നെ കുറവായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇതിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനും കൗണ്ട് കൂട്ടാനും ഒക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ട്. ലൈംഗിക ശേഷി കുറവ് നികത്താൻ വളരെ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനൊരു ശീത വീര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ശരീരത്തിനെ തണുപ്പിക്കാനും കൂടെ നല്ലതാണ്. പ്രത്യേകിച്ചും നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകളിലൊക്കെയാണ് കൂടുതൽ ഹോർമോൺ ഇഷ്യൂസ് വരാറുള്ളത്. ഹോട്ട് ഫ്ലാഷസ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ. അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൈത്തിക വികാരങ്ങളെയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അഗ്നിമാന്ദ്യ, അരുചി, ശ്വാസകാസ, ആമവിഷനാശം, അതായത് നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദഹിക്കാതെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും, അതുപോലെ ശ്വാസകാസങ്ങൾ, ജലദോഷം, പനി, ചുമ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ സ്ത്രീകളിലെ മെനോറേജിയ, അല്ലെങ്കിൽ അമിതമായിട്ട് ആർത്തവരക്തം പോകുന്ന പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. രക്തശുദ്ധിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഔഷധം തന്നെയാണിത്. വിഷഹരമായിട്ടുള്ളതാണ്. വാതരക്തം, ത്വക്ക് രോഗം, കുഷ്ഠം, സിഫിലിസ്, മൂത്രാശയ രോഗങ്ങൾ ഇവയൊക്കെ ശമിപ്പിക്കുന്നുണ്ട്. അതുപോലെ രക്തശുദ്ധി ഉണ്ടാക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. കഫവിത്ത വികാരങ്ങൾ ശമിപ്പിക്കാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ബഹുകേമമാണ്. ഇനി ചില ഔഷധ പ്രയോഗങ്ങൾ എങ്ങനെയെന്നുള്ളത് നോക്കാം. ചർമ്മരോഗം, കുഷ്ഠം, രക്തദുഷ്ടി, സിഫിലിസ്, തേൽവിഷം എന്നിവയ്ക്ക് നറുനീണ്ടിയുടെ വേര് ഉണക്കി പൊടിച്ച പൊടി 3 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ വിധിപ്രകാരം കഷായം വെച്ച് കുടിക്കുന്നതോ ഏറെ നല്ലതാണ്. മൂത്രം മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ പോകുക, അതുപോലെ മൂത്രച്ചൂടലിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ മാറിക്കിട്ടാൻ നറുനീണ്ടി പാൽക്കഷായം വെച്ച് ദിവസം 2 നേരം 25 മില്ലി വീതം 2-3 ദിവസം കുടിച്ചാൽ തന്നെ മതി. അതുപോലെ എലി കടിച്ചാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നിശേഷം മാറിക്കിട്ടുന്നതിന് നറുനീണ്ടിയുടെ വേര് കഷായവും കൽക്കവുമായിട്ട് വിധിപ്രകാരം നെയ്യ് കാച്ചി കഴിക്കാറുണ്ട്. അതുപോലെ നറുനീണ്ടി കിഴങ്ങിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ട് നല്ലതുപോലെ അരച്ച് അതൊരു താന്നിക്കയുടെയൊക്കെ വലുപ്പത്തിലാക്കിയെടുത്ത് പശുവിൻ പാലിൽ ചേർത്തിട്ട് ഒരു 21 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ മൂത്രകൃച്ചും, അതായത് മൂത്രം ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ, അസ്ഥിസ്രാവം, കാസം, ചുമ, ചുട്ടുനീറ്റൽ, വിഷം, ചൊറി, ചിരങ്ങ് ഇതൊക്കെ പൂർണ്ണമായിട്ട് പോവാൻ നല്ലതാണ്. ഇനി നറുനീണ്ടിക്കിഴങ്ങും കൊത്തമല്ലിയും ജീരകവും സമമെടുത്ത് സമം ശർക്കരയും ചേർത്ത് ഇടിച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് ഓരോ ഉരുള വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ മൂത്രം ഒഴിഞ്ഞു പോകാത്ത ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അസ്ഥിസ്രാവം, കാസം, ചുട്ടുനീറ്റൽ, വിഷം ഇതിനൊക്കെ തന്നെ നല്ലതാണെന്ന് സഹസ്രയോഗത്തിലും പറയുന്നുണ്ട്. ശാരിവാദ്യാസവം, ശാരിവാദി വടി, ഗോപാംഗനാദി കഷായം ഇവ നറുനീണ്ടി പ്രധാനമായിട്ട് ചേർത്തുണ്ടാക്കുന്ന ഔഷധ യോഗങ്ങളാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് ഈ ഒരു സാരിവ ഉള്ളിലേക്ക് എടുക്കുന്നത്. നറുനീണ്ടി ഏത് രൂപത്തിൽ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാലും തന്നെ നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും ഒക്കെ തന്നെ നന്നായിട്ട്
ഡീടോക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായകരമായിട്ടുള്ളതാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പലവിധ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്കിൻ കണ്ടീഷനിലെല്ലാം തന്നെ ഗുണം ചെയ്യും. എന്ന് മാത്രമല്ല എല്ലാവരിലും കാണപ്പെടുന്നതാണ് മുഖക്കുരു അമിതമായിട്ട് കാണുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. അതിനെ ഇല്ലാതാക്കാനും തലയിൽ താരൻ വരുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാനും സ്കിന്നിൽ ഉണ്ടാവുന്ന മറ്റ് ബ്ലെമിഷസും ഇറിറ്റേഷനും ഒക്കെ മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, ആർത്രൈറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ രക്തചംക്രമണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് പേര് കയ്യിലും കാലിലും ഒക്കെ തരിപ്പും മരവിപ്പൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ ശരിയായിട്ട് രക്തചംക്രമണം നടക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. ഡയബറ്റിസ് പേഷ്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം കൂടെയാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, ജലദോഷം ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നല്ലൊരു പ്രതിവിധി കൂടെയാണ്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നാക്കാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഴിച്ചുടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള IBS പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ തന്നെ അതിനും നല്ലൊരു ഔഷധമായിട്ട് ഈ നറുനീണ്ടിയെ കണക്കാക്കുന്നുണ്ട്. നന്നായിട്ട് സർക്കുലേഷൻ ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് പൗഡർ രൂപത്തിലാണെങ്കിൽ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഇതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി വീട്ടിൽ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് തേനും ചേർത്തിട്ടോ അല്ലെങ്കിൽ ചൂടുപാലിലോ കൂടാതെ ഒരു വാം വാട്ടറിൽ, ചൂടുള്ള വെള്ളത്തിലോ ഒക്കെ തന്നെ കുടിക്കുന്നതും നല്ലതാണ്. ഈ കഷായ രൂപത്തിലാണെങ്കിലും ഇത് സാരുവയുടെ റൂട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് കുടിക്കുന്നതും നല്ലതാണ്. ഇനി ക്യാപ്സ്യൂൾ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലും ഒക്കെ ഉണ്ട്. പിന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ നിങ്ങൾക്ക് പലവിധ മരുന്നുകൾ, പല യോഗങ്ങൾ തന്നെ ആയുർവേദത്തിലുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇത്തരം ചർമ്മ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നതും ഇത് വളരെയധികം ശമനം കാണുന്ന ഒരു കാര്യമാണ്. നറുനീണ്ടിക്ക് തന്നെ ചർമ്മ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ് ഏറെയാണ് കേട്ടോ. ഈ സോറിയാസിസിനും എക്സിമയ്ക്കും ഒക്കെ മരുന്നിനെ തന്നെ ആശ്രയിക്കേണ്ടതില്ല. ഇതുപോലുള്ള ഔഷധങ്ങൾ നല്ലതാണ്. പിന്നെ മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അണുബാധ, മൂത്ര തടസ്സമൊക്കെ മാറ്റാൻ വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ നല്ലൊരു വേദന സംഹാരി കൂടിയാണ്. നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഹോർമോണിനെ ബാലൻസ് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഗുണം ഇതിനുണ്ട്. പിന്നെ ക്യാൻസർ സാധ്യതയൊക്കെ കുറയ്ക്കാനും കൂടെ വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വയറുവേദന, ദഹനക്കേടൊക്കെ മാറ്റാനും ഇത് വളരെ ഗുണമുള്ളതാണ്. പിന്നെ ധാരാളം വേരോടുകൂടി പടർന്നു വരുന്ന ഒരു പുല്ലിനോട് സാമ്യമുള്ള ഇലകളുള്ള ഒന്നാണ് കേട്ടോ നറുനീണ്ടി. ഇതിന് മനുഷ്യ ശരീരത്തിൽ ഫലപ്രദമായ ധാരാളം പ്ലാന്റ് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം കെമിക്കലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാപ്പോയിനുകൾ. ഈ സാപ്പോയിനുകൾ മറ്റു ഘടകങ്ങളെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കി വെക്കുന്നുണ്ട്. പല ഹെർബൽ മിക്സുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ നീർക്കെട്ടും വീക്കും അത് സംബന്ധിച്ചുണ്ടാകുന്ന വേദനയൊക്കെ തടയാനും കൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് തന്നെ വാദം പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്, പ്രത്യേകിച്ച് സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ. പിന്നെ ചർമ്മത്തെ ബാധിക്കുന്ന മറ്റു പല രോഗങ്ങളിലും നന്നാറി നല്ലൊരു മരുന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സിമ, സോറിയാസിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ തന്നെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കിയാണ് ഇത് ഗുണം ചെയ്യുന്നത്. കുഷ്ഠം, അതുപോലെ ത്വക്ക് രോഗം തുടങ്ങി എന്നിവയ്ക്കൊക്കെ പറ്റുന്ന ഒരു മരുന്നുകൂടിയാണ്. രക്തം ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു നാച്ചുറൽ ഹോർമോണൽ ബാലൻസർ കൂടിയാണത്. ശരീരത്തിലെ ഹോർമോൺ പ്രക്രിയകളൊക്കെ തന്നെ ശക്തിപ്പെടുത്താനും അതുപോലെ അസന്തുലിതമായ അവസ്ഥയൊക്കെ മാറ്റാനും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. പുരുഷവന്ധ്യതയ്ക്കുള്ള മരുന്നാണ് എന്ന് വേണം പറയാൻ. പല ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നായിട്ട് നന്നാറി സത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൂത്രവിസർജനത്തിനും ശരീരം നല്ലപോലെ വിയർക്കുന്നതിനും ഒക്കെ ഇത് നല്ലതാണ്. മൂത്ര സംബന്ധമായ അണുബാധ രോഗങ്ങളെല്ലാം അകറ്റാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ വളരെ ഉത്തമമാണ്. കരളിൻ്റെ ആരോഗ്യത്തിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിലും ഫ്ലാവനോയിഡുകളൊക്കെയാണ് ഉള്ളത്. അത് പ്രയോജനം നൽകുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ. ഇത് ലിവറിൽ ഉണ്ടാവുന്ന നാശമൊക്കെ തടഞ്ഞ് ലിവർ നല്ല ആരോഗ്യത്തോടെ കാക്കാനും ടോക്സിനുകളെയൊക്കെ പുറന്തള്ളാനും കൂടെ ഏറെ നല്ലതാണ്. സിഫിലിസ്, ഗൊണോറിയ തുടങ്ങിയ ലൈംഗിക സംബന്ധമായ രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ്. ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് നന്നാറി. അതൊന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ബ്രസ്റ്റ്, ലിവർ ക്യാൻസറുകൾക്കൊക്കെയുള്ള നല്ല പ്രതിവിധിയാണ്.
ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണമാണ് ഈ പ്രയോജനം നൽകുന്നത്. ബാക്ടീരിയകൾക്കെതിരെ മാത്രമല്ല ഫംഗസിനെതിരെയും ഇത് വളരെ നല്ലതാണ്. രക്തശുദ്ധി വരുത്തുന്ന ഒന്നുകൂടി ആയതുകൊണ്ട് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ് എന്ന് വേണം നമുക്ക് ഈ ഒരു നന്നാറിയെ വിശേഷിപ്പിക്കാനായിട്ട്. അപ്പം ഇത്രയേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നന്നാറി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. പലരും ഇതിൻ്റെ സർബത്തൊക്കെ ഉണ്ടാക്കി, സർബത്തിനെ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ, ആരോഗ്യ ഗുണങ്ങൾ അധികം അങ്ങനെ ചികഞ്ഞു പോവാറില്ല ആരും തന്നെ. പക്ഷെ ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് അധികം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സർബത്ത് രൂപത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ കൂടുതൽ ഷുഗർ ഒന്നും ചേർത്തിട്ട് സിറപ്പ് രൂപത്തിലൊന്നും ആക്കാതെ ഇതിന് ഔഷധ ഗുണങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഇത് ഈ രീതിയിലല്ലാതെ അത് ചേർത്തിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ തന്നെയുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.